കേരള സ്റ്റോറി സെക്കൻഡ് ഹൈക്കോടതി അതിന്റെ റിലീസ് തടഞ്ഞിരിക്കുന്നു. നാളെ നിശ്ചയിച്ചിരിക്കുന്ന റിലീസായിരുന്നു തടഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന വാർത്തയനുസരിച്ചാണെങ്കിൽ 2 ആഴ്ചത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുകയാണ് കോടതി. 2 ആഴ്ചയ്ക്കുള്ളിൽ സെൻസർ ബോർഡ് ഈ ചിത്രം കണ്ട് അതിലൊരു തീരുമാനം എടുക്കേണ്ട സമയമാണ്. ആ സമയത്തിനുള്ളിൽ തീരുമാനം പ്രതീക്ഷിക്കുകയാണ്. നിർമ്മാതാക്കളെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഈ ചിത്രത്തിനോടുള്ള ഹൈക്കോടതിയുടെ ഇന്നത്തെ ഈ ഉത്തരവ് പ്രകാരം ഉണ്ടായിരിക്കുന്നത്. പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പോകാം. വളരെ പ്രധാനപ്പെട്ട സുപ്രധാന ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ എം എ നിഷാദ് സംവിധായകൻ തത്സമയം ചേരുന്നുണ്ട്. ശ്രീ വിനു കിരീത്ത് തിരക്കഥാകൃത്തും സെൻസർ ബോർഡ് മുൻ അംഗം കൂടിയായിട്ടുള്ള ശ്രീ വിനു കിരീത്ത് എന്നിവരാണ് ചേരുന്നത്. ശ്രീ എം എ നിഷാദ്, ഹൈക്കോടതിയിൽ വരുന്ന ഈ ഇടപെടലിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? 2 ആഴ്ചത്തേക്ക് ഹൈക്കോടതി ഈ സിനിമയുടെ റിലീസ്, നാളെയാണ് ചിത്രം റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്, അതിന് സ്റ്റേ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അത് വളരെ ശ്ലാഘനീയമായ ഒരു വിധിയാണ്. കാരണം മറ്റൊന്നുമല്ല, പച്ച നുണ പറച്ചു വിട്ടുകൊണ്ട് ചില സിനിമ, പ്രൊപ്പഗാൻഡ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തെ പറ്റി മറ്റ് സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്ന ഒരു സിനിമയാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അത് കേരളത്തിൽ ഒരിക്കൽ പോലും സംഭവിക്കാത്ത കാര്യങ്ങളെയൊക്കെ ടീസറിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്യഭാഷയിൽ നിന്ന് കുറെ ആളുകളെ, പെൺകുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് പ്രൊമോഷന് വേണ്ടി ഇതൊക്കെ വിക്ടിംസ് ആണെന്ന് പറയുകയും പക്ഷെ അവർ വന്നവരാരും കേരളീയരല്ല എന്നുള്ള സത്യം മനസ്സിലാക്കുകയും ചെയ്ത് വാല് മുറിഞ്ഞു പോയ ഒരു സ്ഥിതി നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷെ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ ഒരു കലയോട് കാണിക്കുന്ന ഏറ്റവും ക്രൂരമായ ഒരു നടപടിയാണെന്നാണ് എനിക്ക് വിശ്വാസം. ഒരു പ്രൊപ്പഗാൻഡ സിനിമ ഇറക്കിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ മോശമാക്കാനും, സാക്ഷരതയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ 1-ാം പറഞ്ഞു നിൽക്കുന്ന ഒരു കേരള സംസ്ഥാനത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇത്രയും വികഴ്ത്തി കാട്ടണമെങ്കിൽ അതിന്റെ പുറകിൽ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട ആരുടെ അജണ്ടയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫാസിസ്റ്റ് രീതികൾ പിന്തുടരുന്നവരുടെയാണെന്ന് പറയാൻ യാതൊരു മടിയുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിലെ അപാരജനങ്ങളും ഇതിനെതിരായിട്ട് ശക്തമായി പ്രതികരിച്ചു. കേരളത്തെ അത്ര മോശമായി ചിത്രീകരിക്കുന്ന കേരള സ്റ്റോറി ആദ്യം ഒന്ന് വന്നു. അതിനെ ഇവിടെയുള്ള ചില വർഗീയ ചിന്താഗതിയുള്ള ആളുകളൊക്കെ ചിലർ സപ്പോർട്ട് ചെയ്ത് സിനിമയിലേക്ക് എന്നുള്ള. ഇപ്പൊ 2ാമത് വന്നപ്പം അവര് പോലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണെങ്കിൽ എത്രമാത്രം ഹേറ്റ് ക്യാമ്പയിന്റെ സാധ്യത അന്വേഷിച്ച ഒരു സിനിമയാണ്. മാത്രമല്ല ഒരു സിനിമ എന്ന് പറയുമ്പോൾ സർഗാത്മകമാണെങ്കിൽ അതിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നവരാണ് നമ്മൾ മലയാളികളൊക്കെയും. അങ്ങനെ എത്രയോ സിനിമകൾ. മാത്രമല്ല ഇത് ഒരു തരത്തിലും പൊരുത്തപ്പെടാത്ത നമുക്കൊരു കമ്മ്യൂണൽ ഹാർമണി അല്ലെങ്കിൽ ഒരു സാമൂഹിക പശ്ചാത്തലവും അന്തരീക്ഷവും മതസൗഹാർദ്ദത്തിന്റെ അത് ഊട്ടിയുറപ്പിക്കുന്ന എത്രയോ വീരഗാഥകൾ നമ്മൾ രചിച്ച ഒരു കേരളമാണ്, നമ്മുടെ സംസ്ഥാനമാണ്. അവിടേക്കൊരു ഇറക്കുമതി ചരക്കായിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അത് അപ്പാടെ അങ്ങ് വിഴുങ്ങാൻ പറ്റിയ പരിതസ്ഥിതിയുമല്ല. അവിടെയൊക്കെയാണ് നമ്മൾ ആരെയാണ് കോടതിയാണ് നമ്മൾ ഉൾക്കാഴ്ചയോടുകൂടി നമ്മൾ നീതി പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. പക്ഷേ ഇനി നമ്മുടെയൊക്കെ ഒരു അടുത്തൊരു കൺസേൺ സെൻസർ ബോർഡിന് വിട്ടിരിക്കുകയാണ്. സെൻസർ ബോർഡ് എടുക്കുന്ന നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. സെൻസർ ബോർഡിൽ നിന്നും ഇങ്ങനെ ഒരു തിരുത്തൽ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? സെൻസർ ബോർഡ് അവരുടെ യുക്തി അനുസരിച്ച് തിരുത്തട്ടെ. കാര്യം ഇതിനകത്ത് സെൻസറിൽ ഇരിക്കുന്നവർ ആരൊക്കെയാണ്, സെൻസർ ബോർഡിൽ ഇരിക്കുന്ന ആരൊക്കെയാണെന്ന് വളരെ വ്യക്തമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അത് അവര് നീതിപൂർവമായിട്ട് അത് നടത്തുമെങ്കിൽ സന്തോഷം. നീതിപൂർവം അല്ലെങ്കിൽ പോലും ഈ പറയുന്ന കാര്യങ്ങൾക്ക് മുഖം നഷ്ടപ്പെട്ട ഇതിന്റെ നിർമ്മാതാവും സംവിധായകരും ഒരുപാട് മറുപടി പറയേണ്ടി വരും. കേരള ജനങ്ങളോട് മാത്രമല്ല, ഈ കേരളത്തെ ഇത്രയും അപമാനിച്ചുകൊണ്ട് ഇവർക്ക് എന്താണ് നേടാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കേരള സ്റ്റോറി ആദ്യം വന്നപ്പോഴത്തേക്കിന് കുറച്ചുപേര് ഭയങ്കരമായിട്ട് പിന്തുണച്ചിരുന്നു. ആ പിന്തുണച്ചവര് പോലും ഇപ്പൊ മാളത്തിലാണ്. കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഈ ഇതുപോലെയുള്ള ഫൂളിഷ്നത്തെ, അട്ടർ റബ്ബിഷസിനെ എങ്ങനെയാണ് ജനങ്ങൾക്ക് പിന്തുണയ്ക്കാൻ പറ്റുന്നത്? എനിക്ക് തോന്നുന്നു ഈ സംഘപരിവാര അനുകൂലികൾ പോലും പിന്തുണക്കത്തില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർക്ക് തന്നെ ഒരു ലജ്ജ ഉണ്ടാകുന്ന കാര്യം. ലജ്ജ എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണല്ലോ. അപ്പൊ മനുഷ്യരായിട്ടുള്ളവരാരും ഇതിനെ ഒരു കാലത്തോടും പിന്തുണയ്ക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. തീർച്ചയായും അക്കാര്യം വിനു കിരീത്തിനോട് ചോദിക്കും. സംഘപരിവാർ അനുകൂലികൾ, സിനിമാ മേഖലയിൽ നിൽക്കുന്ന ആളുകൾ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് ശ്രീ വിനു കിരീത്ത്, താങ്കൾ ഈ ചിത്രത്തെ അനുകൂലിക്കുന്നുണ്ടോ? കാരണം ഈ ചിത്രത്തിന്റെ ടീസർ 2 മിനിറ്റ് ഇറങ്ങുമ്പോൾ തന്നെ വലിയ ഒരു ആശങ്ക ഒരു സമൂഹത്തിനുണ്ട്. അതൊരു സാക്ഷര സമൂഹത്തിൽ നിന്ന് ഉയരുന്ന ചില ചോദ്യങ്ങളാണ്, ചില ആശങ്കകളാണ്. അപ്പോൾ ഈ കോടതിയും ആ ആശങ്കകൾ കണ്ടിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഒരു 2 മിനിറ്റ് കൊണ്ട് ഒരു സിനിമയെ വിലയിരുത്താൻ പറ്റില്ല. പക്ഷെ ബഹുമാനപ്പെട്ട കോടതി അതിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച്
അത് എന്താണെന്ന് പറയാൻ ഞാൻ ആളല്ല, കാരണം ഞാൻ സിനിമ കണ്ടിട്ടേ ഇല്ല. പക്ഷെ ഒരു സിനിമ ഓൾറെഡി സെൻസർ ചെയ്തതിന് ശേഷമാണ് നമ്മളൊരു ഡേറ്റ് ഡിക്ലെയർ ചെയ്ത് 2-ാം തീയതി റിലീസ്. പക്ഷെ ആ റിലീസ് 2 ആഴ്ച മാറ്റുമ്പോൾ സാമ്പത്തികമായി ഉണ്ടാകുന്ന നഷ്ടം സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ്. 2 ആഴ്ച എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി നോക്കുമ്പോൾ ഭയങ്കര നഷ്ടം വരാം. പക്ഷേ വീണ്ടും ഇത് സെൻസർ ബോർഡിൽ തന്നെ പോകുമ്പോൾ ഒരിക്കൽ സെൻസർ ചെയ്ത പടം തന്നെയാണ്, അവർക്ക് അതിനകത്ത് പ്രശ്നമൊന്നും ഇല്ല തോന്നി വീണ്ടും സെൻസർഷിപ്പ് കൊടുക്കുമ്പോൾ വീണ്ടും ഈ പടം 2 ആഴ്ചത്തേക്ക് വീണ്ടും മാറ്റുമോ, എന്താണ് സംഭവിക്കാൻ പോണെന്ന് അറിയില്ല. നോക്കൂ, കമക്യ നാരായൺ സിംഗ് എന്ന് പറയുന്ന സംവിധായകൻ വ്യക്തമായിട്ട് പറയുന്നത് ഇറ്റ്സ് എ ട്രൂ സ്റ്റോറി, അല്ല ഞങ്ങളായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ്? ചില സിനിമകൾക്ക് മാത്രം ആവിഷ്കാര സ്വാതന്ത്ര്യവും മറ്റ് സിനിമകൾ വരുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുന്നതും ശരിയല്ലല്ലോ. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സംവിധായകന്റെ അല്ലെങ്കിൽ ആ എഴുത്തുകാരന്റെ അല്ലെങ്കിൽ ആ മൊത്തം ആ കലാസൃഷ്ടി ഉണ്ടാക്കുന്നവരുടെ മനസ്സിലാണ്. അപ്പോൾ അത് എല്ലാത്തിനും ഒന്നുകിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം വേണം, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്കും അത്തരം ഇത് പാടില്ല. ചില ബീഫ് ഭക്ഷിപ്പിക്കുന്ന രീതി അങ്ങനെയൊക്കെ പിന്നെ ചില പ്രൊപ്പഗാൻഡകൾ ഇറക്കുമതി ചെയ്യുന്നത് പോലെ കേരളത്തിന്റെ സാമാന്യ സമൂഹത്തിന് ദഹിക്കാത്ത രീതിയിൽ നമ്മൾ നോക്കൂ. കാസർഗോഡ് മുതൽ ഇങ്ങ് പാറശാല വരെ നോക്കുമ്പോൾ ഓരോ ഇടത്തും ഓരോ കൾച്ചറാണ്, ഓരോ സംസ്കാരങ്ങൾ. പക്ഷെ ഇതിനെല്ലാം ചേർത്ത് വെക്കുന്നത് എന്താണ്? നമ്മുടെ ആ ഒരു സൗഹാർദ്ദവും മതസൗഹാർദ്ദവും ഒക്കെ തന്നെയാണ്. അപ്പോൾ അതിനെയൊക്കെ തന്നെ അങ്ങ് പമ്പര വിഡ്ഢികളാക്കുന്ന രീതിയിൽ, അരോചകമായ രീതിയിൽ ചില കണ്ടന്റുകൾ കൊണ്ട് ഇലമെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെടുക എന്നത് പ്രധാനപ്പെട്ടതല്ലേ? അങ്ങനെയാണ് ഹർജിയിലെ ചോദ്യങ്ങൾ പോലും. അത് കോടതിയിൽ തിരുത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നെങ്കിൽ അതും അംഗീകരിക്കേണ്ടതല്ലേ? ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കപ്പെടട്ടെ. സിനിമ കണ്ടോ? ഞാൻ സിനിമ കണ്ടോ? ഈ പറയുന്ന നമ്മൾ ആരും സിനിമ കണ്ടില്ല. പക്ഷെ ഒരു ആശങ്കയുണ്ട്. ഈ ഹർജിക്കാരനും ഈ പറയുന്ന രീതിയിൽ സിനിമ കണ്ടിട്ടില്ല. ഈ കാണാത്തതുകൊണ്ടാണ് പ്രശ്നം. കാണാതെ തന്നെ അവതരിപ്പിക്കപ്പെടുന്ന ലഘു, അതായത് ചുരുക്കം നിമിഷങ്ങളിലൂടെ ഉണ്ടാകുന്ന ഒരു ആശങ്കയുണ്ട്, വലിയൊരു ഭീതിജനകമായ ഒരു കാര്യം. അപ്പോൾ ബാക്കിയുള്ള ഈ ദൈർഘ്യമേറിയ സമയങ്ങളിൽ എന്തായിരിക്കാൻ വരാൻ പോകുന്നത്? ഭൂകമ്പമായിരിക്കുമോ എന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ തെറ്റു പറയാൻ കഴിയുമോ കേരളത്തിന്റെ കോണ്ടസ്റ്റിൽ വെച്ച്? പ്രതീക്ഷ, ഈ ബീഫ് നിങ്ങൾ പറയാം, നിങ്ങൾ അതിനെ പോത്ത എന്ന് പറയൂ. ഇവിടെ നിരോധിച്ചിരിക്കുന്നത് പശുവിന്റെ ഇറച്ചി മാത്രമാണ്, ബാക്കിയൊന്നും നിരോധിച്ചിട്ടില്ല. പക്ഷെ പശുവിനെയും കൂടെ ബീഫിന്റെ കൂട്ടത്തിൽപ്പെട്ടിട്ട് ബീഫ് എന്ന് പറയണ്ട. പോത്തിറച്ചി അത് കഴിക്കാം, ഞാനും എല്ലാം കഴിക്കുന്ന കൂട്ടത്തില. ബീഫ് ഞങ്ങൾ എല്ലാവരും കഴിക്കാറുണ്ട്, പശുവിനെ കഴിക്കാറില്ല. മനസ്സിലായില്ല? അതുകൊണ്ട് ബീഫ് എന്നുള്ള ആ വാക്ക് പറയണ്ട, പോത്തിറച്ചി അല്ലെങ്കിൽ അത്. പക്ഷെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം കോടതി കണ്ടെടുത്തോളം കോടതിക്ക് എന്തിനാണ് കോടതി പോയത്? കോടതിയിൽ നിന്ന് വിധി കിട്ടാൻ. ആ വിധി ഇപ്പം കേസ് കൊടുത്തവർക്ക് കോടതി 2 ആഴ്ചത്തേക്ക് കൊടുത്തിരിക്കുകയാണ്. ഇനി എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത്? സെൻസർ ബോർഡ് ഒന്നുകൂടെ കണ്ടിട്ട് ഡിസൈഡ് ചെയ്യട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ല? അപ്പൊ കോടതി നല്ല തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. കോടതിക്കകത്ത് സെൻസർ ബോർഡിന്റെ മുകളിലോട്ട് കോടതി പോയതുമില്ല. മാന്യമായ ഒരു വിധിയാണ് ഇന്ന് കോടതി പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒന്ന് തുടരുക. ശ്രീ വിനു കിരിയത്തും ശ്രീ എം എ നിഷാദ് കുറച്ച് സമയം കൂടി തുടരുക. നമുക്കൊരു ഇടവേള പോകേണ്ട സമയമാണ്. അതിവേഗം കേരള സ്റ്റോറി സെക്കൻഡ് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് വരുന്നത്. ശ്രീ എം എ നിഷാദ്, നമുക്കിതൊരു പുണ്യമാസത്തിന്റെ നാളാണ്. ഈ പുണ്യമാസം എന്ന് പറയുമ്പോൾ ഉത്സവങ്ങളുടെയും ഹൈന്ദവരെ സംബന്ധിച്ചായാലും ഇസ്ലാം വിശ്വാസികളെ സംബന്ധിച്ചായാലും ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെയൊക്കെ നോമ്പിന്റെ കാലഘട്ടം, ഉത്സവത്തിൻ്റെയൊക്കെ കാലഘട്ടമാണ്. നമുക്ക് ഒരു എല്ലാവരും അങ്ങനെ സൗഹാർദ്ദത്തോടുകൂടി ഇഴചേർന്ന് കിടക്കുന്ന ഒരു സ്റ്റേറ്റിലേക്ക് കുറച്ച് ഇറക്കുമതി ചരക്കായിട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കതങ്ങ് ദഹിക്കില്ല. നമ്മൾ ചോദിക്കും, നമ്മളൊരു ഹർജി രൂപേണ കോടതിയിലേക്ക് എത്തും. നേരത്തെ പക്ഷേ ശ്രീ വിരൂക്കിരുത് പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഇതേ സെൻസർ ബോർഡാണല്ലോ ഈ ചിത്രം കണ്ടത്, ഈ ചിത്രം കണ്ട് മാർക്കിട്ടത്. അതിനപ്പുറത്തേക്കൊരു അത്ഭുതം ഇക്കാര്യത്തിൽ നമ്മൾ കാണേണ്ടത് ഉണ്ടോ? ഈ സെൻസർ ബോർഡ് തന്നെയല്ലേ പരിശോധിക്കേണ്ടി വരുന്നത്, അല്ലാതെ നമുക്ക് ഇറക്കുമതിക്കായി മറ്റ് വേറെ ബോർഡുകളൊന്നുമില്ലല്ലോ. പ്രതീക്ഷേ, ഇത് വളരെ രസകരവും എൻ്റെ പ്രിയ സുഹൃത്ത് വിനോദത്തെ ഫ്ലൻസി ആയിട്ടുള്ള കുറച്ച് റീസൺസ് ഒക്കെ പറയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. എനിക്ക് അദ്ദേഹത്തെ ഒരു കാലത്തും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. താങ്കൾ സൂചിച്ച ഒരു പുണ്യമാസത്തിൽ നിൽക്കുകയല്ലേ. പക്ഷെ ഈ ബീഫിന് അദ്ദേഹം പുതിയൊരു നിർവചനം കൊടുത്തിട്ടുണ്ട്. അത് പോത്ത് എന്ന് പറയുന്നത്, ചിലർ ഉള്ളിക്കറി എന്ന് പറയും, ചിലർ പോത്തെന്ന് പറയും. പക്ഷെ ബീഫ് എന്ന് പറയുന്നത് ഈ പ്രജീഷിന് അറിയാലോ, ആരും പശുവിറച്ചി കഴിക്കത്തില്ല, പശുവിന് ടേസ്റ്റ് ഇല്ല. ഈ ബീഫ് എന്ന് പറഞ്ഞ പോത്തൊക്കെ തന്നെയാണ്. അതായത് പശുവിനെ ഒന്നും ആരും വറുത്ത് കഴിക്കാറില്ല. നേരത്തെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിന്റെ പേരില് ഒരു ടീച്ചറിന്റെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് ബീഫ് കൊടുക്കുകയാണ്. അപ്പൊ ബീഫ് പോത്താണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ, എന്തിനാണ് നിർബന്ധിച്ച് കൊടുക്കുന്നത്? ബീഫ് കഴിച്ചോളൂ, പോത്ത് കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ പോരെ. അപ്പൊ അതല്ല,
അത് വളരെ വ്യക്തമായ പ്രൊപ്പഗൻഡയാണ്. പക്ഷേ ഇതിനകത്ത് വേറെ ഐറണി എന്താണെന്നറിയോ? യു പിയിലാണ് ഏറ്റവും കൂടുതൽ ബീഫ് എക്സ്പോർട്ടേഴ്സ് ഉള്ളത്. അൽ ഖബീർ എന്നുള്ള പേരിൽ ഏതൊരു കപ്പൂറോ ആരോ ആണ്, താക്കൂറം കണ്ടാണ് അതിന്റെ ഓണർ. അവര് ഏറ്റവും കൂടി ലോകത്തെ 3-ാം സ്ഥാനമാണ് ഇന്ത്യക്ക് ബീഫ് എക്സ്പോർട്ടിൽ. ബീഫ് കൈവശം വെച്ചു എന്ന് പറഞ്ഞ് എത്രയോ പേരെ തല്ലി ചതച്ചിരിക്കുന്നതാണ്, കൊന്നിരിക്കുന്ന അഖ്ലാസിനെ പോലുള്ള രക്തസാക്ഷി. ഒടുവിൽ അത് ബീഫല്ല ആട്ടിറച്ചിയാണെന്നും കോഴിയിറച്ചിയാണെന്നും കണ്ട കാലഘട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പബ്ലിക് ഡൊമൈനിൽ കിടക്കുന്ന കാര്യമാണ്. അതിനെ പിന്നെ വെള്ളപൂശാനൊന്നും അല്ല. അത് അതല്ല എന്ന് ആരും സമർത്ഥിക്കാനും നോക്കണ്ട. പബ്ലിക് ഡൊമൈനിൽ കണ്ടാൽ മനസ്സിലാവുന്ന കാര്യമാണ്. സംഘപരിവാർ ഭരിക്കുന്ന സംസ്ഥാനത്ത് തന്നെ നടന്ന വിഷയത്തെ പറ്റി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി അതിന് ഒരു തരത്തിലും വെള്ളപൂശന്റെ പ്ലീസ്. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, കേരള സ്റ്റോറി എന്ന് പറയുന്ന കേരള സ്റ്റോറി 1 ആൻഡ് കേരള സ്റ്റോറി 2 ഇത് രണ്ടും പ്രൊപ്പഗൻഡ സിനിമയാണെന്നുള്ള കാര്യം അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. അതിപ്പോ പോത്ത് കഴിച്ചാലും ശരി, കോഴി കഴിച്ചാലും ശരി, നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിനെ ആ ഒരു ടീസറിൽ നമ്മളിപ്പം അദ്ദേഹം ചോദിച്ച ഒരു ന്യായമായ ഒരു ചോദ്യം, സെൻസർ ഇത് അനുവാദം നൽകി നിങ്ങൾ സിനിമ കണ്ടോ എന്നുള്ളതൊക്കെയാണ്. ഒരു ടീസർ വരുമ്പോ സ്വാഭാവികമായിട്ടും ആ ടീസറിന്റെ അകത്ത് ഏറ്റവും അപകടകരമായ രീതിയിൽ, അതായത് ഒരു സംസ്ഥാനത്തെ വളരെ മോശമാക്കുന്ന രീതിയിൽ ഒരു വാചകം മാത്രമല്ല, വിഷ്വലൈസ് ചെയ്തൊരു സാധനം നമ്മുടെ മുന്നിൽ വരികയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അങ്ങനെ കേരളത്തിലെ അങ്ങനെ ഒതുക്കാൻ പറ്റുമോ? കേരളത്തെ പറ്റി വളരെ മോശമായിട്ട് സംസാരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം അതിനെതിരെ ശക്തമായിട്ട് കേരളത്തിലെ മതേതരവാദികളായ ജനാധിപത്യവാദികളായ കേരളം എന്ന നാടിനെ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മളിൽ ഓരോരുത്തരും നമ്മളുടെ സഹോദരന്മാര് കോടതിയിൽ പോവുകയും കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു വിധി കിട്ടുകയും ചെയ്തു. അപ്പൊ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ നാടിനെ നമുക്കൊരു ചെറിയ കൂറ് വേണ്ടേ? ചെറുതല്ല, വലിയ കൂറ് വേണ്ടേ? നമ്മൾ ജീവിക്കുന്ന കേരളത്തിലല്ലേ? അപ്പൊ സ്വാഭാവികമായും കേരളത്തിലെ മോശമാക്കുന്ന രീതിയിൽ ഒരു പ്രവണത വരുമ്പോ അതിനെ രാഷ്ട്രീയത്തിന് അതീതമായി നമ്മൾ എതിർക്കേണ്ടതല്ലേ? ഒരു കലാകാരൻ എന്ന നിലയിൽ എന്റെ സുഹൃത്തിനോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം. അപ്പൊ ഫ്ലിൻസി ആയിട്ടുള്ള റീസൺസ് പറയുന്നതല്ല ചെയ്യുന്നത്. നമ്മൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക, യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുക. ഇത്തരം പ്രൊപ്പഗാൻഡ സിനിമകൾ അത് ആരുടെ ഭാഗത്തു നിന്ന് വന്നാലും, ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, ആരുടെ ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ പോലും അത്തരം പ്രൊപ്പഗാൻഡ സിനിമകൾ നമ്മുടെ നാടിനെ നമ്മുടെ കമ്മ്യൂണൽ ഹാർമണിയെ മോശമാക്കുന്ന രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് എതിർക്കപ്പെടുക തന്നെ ചെയ്യും. പിന്നെ കേരള സ്റ്റോറി 1 എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവസാനം ഇവിടെ അത് മലമറിക്കുന്നതിൽ ഒന്നും സംഭവിച്ചില്ല. ഇത് കേരളമാണ്. കേരളത്തില് വർഗീയത അതാണ് ശ്രീ എം എ നിഷാദ് പറഞ്ഞു വരുന്നത്. കേരളമാണ് ശ്രീ വിനു കിരീത്ത്, ഇത് കേരളമാണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ മേൽക്കോടതിയിലേക്കൊക്കെ പോകുന്ന സാഹചര്യമൊക്കെ നിർമ്മാതാക്കൾ അവരുടെ വിവേചന അധികാരമാണ്. പക്ഷേ ഇവിടെ സെൻസർ ബോർഡ് എന്ന് പറയുന്ന ബോർഡുണ്ട്. ഹാല് സിനിമ ഇവിടെ വരുമ്പോൾ ആവശ്യപ്പെട്ട കട്ടുണ്ടല്ലോ, എത്ര കട്ട് വേണമെന്ന് പറഞ്ഞ് ഇത് സെൻസർ ബോർഡാണ്. ഈ സെൻസർ ബോർഡിന് മുന്നിലേക്കും ഈ സുപ്രീം കോടതിക്ക് മുന്നിലേക്കുമൊക്കെയാണ് ഈ സിനിമയും പോകുന്നത് എങ്കിൽ സ്വാഭാവികമായും ഒരു വിവേചനരഹിതമായിട്ടുള്ള ഒരു നിലപാട് അവിടെ സ്വീകരിക്കേണ്ടതാണ്. അങ്ങനെയൊന്നും ഉണ്ടാകേണ്ടതല്ലേ ശ്രീ വിനു കിരീത്ത്? നോക്കൂ, ഇവിടെ സൺഷൈൻ പ്രൊഡക്ഷൻസ് എന്നൊരു ബാനർ ഒരു സിനിമ എടുക്കുന്നു. അവിടെ സംഘപരിവാറിന്റെ പേരെടുത്ത് എം എ നിഷാദ് എന്റെ സുഹൃത്ത് എന്തിനാണ് അവിടെ സംഘപരിവാറിന്റെ എവിടെ പൂജ ഉണ്ടെങ്കിലും കോഴിക്ക് ഇരിക്കപ്പോഴതില്ല എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും സംഘപരിവാറിന്റെ പേര് അവിടെ എടുത്തിട്ടാലേ ഇവർക്ക് സമാധാനമുള്ളൂ. നിഷാദ്, ഞാൻ ചോദിക്കട്ടെ, സുരേഷ് ഗോപി കേന്ദ്രം ഭരിക്കുന്ന മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ നായികയുടെ പേര് ഹിന്ദു പേരാണെന്നുണ്ട് ആ പടം സെൻസർ കൊടുക്കാതെ നീട്ടിവെച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അന്ന് സംഘപരിവാറിന് ആരും ഒന്നും പറഞ്ഞില്ല. അപ്പൊ അങ്ങനെയല്ല, നമുക്ക് കലയായി കാണാം. ഇതിനകത്ത് കണ്ടന്റ് മോശമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് കറക്റ്റാണ്. ഒന്നുകൂടെ സെൻസർ കണ്ടിട്ട് വേണ്ടത് തീരുമാനിക്കട്ടെ. ടീച്ചർ വന്നു കഴിഞ്ഞു, ജനം കാണേണ്ടത് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മുടെ ഇവിടുത്തെ ഒരുപാട് നിയമങ്ങൾ ഇത് ഞാൻ പറഞ്ഞുതരാം. OTT-യിലാകുമ്പോൾ സെൻസർ ഇല്ല, ഇതേ സാധനം OTT-യിൽ വരുമല്ലോ. അപ്പൊ അങ്ങനെയല്ല, ഞാൻ പറയുന്നത് അതിനകത്ത് കണ്ടന്റ് വളരെ ഇതായിട്ടുള്ള മതസൗഹാർദ്ദം തകർക്കും അല്ലെങ്കിൽ തകർക്കണം എന്ന് വിചാരിച്ചാൽ പറ്റും. ഞാൻ ചെയ്യട്ടെ, നിർമാല്യം എന്ന സിനിമയില് വിഗ്രഹത്തിൽ മുറുക്കിത്തുപ്പി PJ ആന്റണി, അന്ന് ആ സംഘപരിവാറും ഇടപെട്ടില്ല, ആരും അതിനെ കലയായി കണ്ടു. ഇന്നും അതുപോലൊക്കെ കണ്ടാ പോരെ എന്നുള്ളതാണ് എന്നെ പോലെ ഒരാൾ ചോദിക്കുന്നത്. ഇനി അത് ആരെങ്കിലും മനസ്സിൽ വേദനകൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ സെൻസർ ചെയ്തോട്ടെ. അതിനാണല്ലോ കോടതി വീണ്ടും എന്തായാലും കോടതിക്ക് 2 ആഴ്ച സമയം കോടതി നൽകിയിരിക്കുകയാണ്. അക്കാര്യത്തിൽ ആ സമയത്തിനുള്ളിൽ നിലപാടറിയിക്കാനാണ് ഇപ്പോൾ സെൻസർ ബോർഡിനോട് കോടതി ആവശ്യപ്പെടുന്നത്. അതേസമയം നാളെ സിനിമ റിലീസ് ഉണ്ടാകില്ല, റിലീസ് തടയുകയും ചെയ്തിരിക്കുന്നു. വളരെയധികം നന്ദി ശ്രീ എം എ നിഷാദ്, ശ്രീ വിനു കിരീത്ത്.